ഒരു രതി തന്നെ അഹന്ത ഇന്ദ്രിയാന്തകരണ കളേബരമെന്നിതൊക്കെയായി വിരിയും. ഇതിന്നു വിരാമമിങ് വേറാം അറിവവനെന്നറിയോളം ഓർത്തിടേണം. ആത്മോപദേശ ശതകത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ യാതൊന്നിനെയാണോ വിഷം പോലെ ത്യജിക്കണം, യാതൊന്നിനോടാണോ നമ്മൾ ഒരു തരത്തിലും ബന്ധപ്പെടാതിരിക്കണം എന്നൊക്കെയുള്ള ധാരണകളാൽ ശ്മശാന വൈരാഗികളായി പോയ മനുഷ്യരോട് വിഷയലോകം എന്ന് പറയുന്നത് അപകടകരമായ ഒന്നല്ല. വിഷയത്തെ അതിൻ്റെ വെളിച്ചത്തിൽ അറിയാതിരിക്കുന്നതാണ് തെറ്റ്. വിഷയമോ വിഷയിയോ അല്ല, അറിവില്ലായ്മയാണ് പ്രശ്നമെന്ന് തെളിഞ്ഞറിയാൻ സഹായിക്കുന്ന തരത്തിൽ ആത്മോപദേശ ശതകത്തിൽ അനേകം ശ്ലോകങ്ങൾ ഗുരു അവതരിപ്പിക്കുന്നുണ്ട്. കരണവും ഇന്ദ്രിയവും കളേബരം തൊട്ടറിയും അനേക ജഗത്തുമോർക്കിൽ എല്ലാം പരവെളി തന്നിലുയർന്ന ഭാനുമാൻ തൻ തിരുവുരുവാണ് തിരഞ്ഞു തേറിടേണം എന്നും, വെളിയിലിരുന്ന് വിവർത്തം ഇങ്ങു കാണും വെളിമുതലായ വിഭൂതി അഞ്ചുമോർത്താൽ ജലനിധി തന്നിലുയർന്നിടും തരംഗാവലിയതുപോലെ അഭേദമായി വരേണം എന്നൊക്കെ ബാഹ്യമായ പ്രപഞ്ചത്തിലേക്ക് നോക്കിയിട്ട് അന്ധകരണമായിരിക്കുന്നതും ഇന്ദ്രിയങ്ങളായിരിക്കുന്നതും ശരീരമായിരിക്കുന്നതും ശരീരം തൊട്ടറിയുന്ന ആകാശം മുതലായ പഞ്ചഭൂതാത്മകതയായിരിക്കുന്നതും ആത്മാവിൽ നിന്നും ഭിന്നമായിരിക്കുന്ന ഒന്നല്ല. അത് അറിവിൽ നിന്ന്, ആത്മാവിൽ നിന്ന്, കരുവിൽ നിന്ന് അഭിന്നമായിരിക്കുന്നതാണ്. കരുവിൻ്റെ തിരുശരീരങ്ങളാണ്. കടലിൽ നിന്ന് എങ്ങനെയാണോ തിരമാല അന്യമല്ലാതിരിക്കുന്നത്, കടൽ തന്നെ ആയിരിക്കുന്നത്, തിരമാലയെ കാണുമ്പോൾ അത് വെള്ളമാണെന്നും കടലാണെന്നും നാം മറന്നു പോകുന്നത് ഒഴിവാക്കിയിട്ട് തിരമാലയും കടലും ചുഴികളും തിരമാലകളും ആഴവും എല്ലാം വെള്ളം തന്നെയാണ് എന്നൊരു തിരിച്ചറിവിലേക്ക് നമ്മുടെ ബോധം ഉണർന്നു വരിക മാത്രമാണ് വേണ്ടത് എന്ന് ആത്മോപദേശ ശതകത്തിലെ അനേകം ശ്ലോകങ്ങളിലൂടെ ഗുരു അവതരിപ്പിക്കുന്നുണ്ട്. അത് വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയാനുള്ള കാരണം അറിവ് നിഷേധാത്മകമായി പോകരുത് എന്നുള്ളത് കൊണ്ടാണ്. നിഷേധാത്മകമായ അറിവുകളെയെല്ലാം പ്രസാദാത്മകമാക്കി മാറ്റാൻ സഹായിക്കുന്ന ഒരിടമാണ് നമ്മുടെ ഉള്ളിൽ രൂപപ്പെട്ടു വരേണ്ടത്. ഇവിടെ ഒഴിവാക്കേണ്ടതായ ഒന്നുമില്ല എന്നും അറിയേണ്ടതായിട്ടാണ് ഉള്ളത് എന്നുമാണ് ഗുരു നമ്മെ ഓർമ്മപ്പെടുത്താൻ ശ്രമിക്കുന്നത്. അറിയുമ്പോൾ എനിക്കൊഴിവാക്കേണ്ടതായിരിക്കില്ല നിങ്ങൾക്കൊഴിവാക്കേണ്ടത്, ഞാൻ സ്വീകരിക്കേണ്ടതായിരിക്കില്ല നിങ്ങൾ സ്വീകരിക്കേണ്ടത്. അത് വിഷയലോകം ഒരു പ്രശ്നമായതുകൊണ്ടല്ല, നമ്മുടെ ആന്തരികമായ പ്രകൃതത്തിന് അനുയോജ്യമായ തരത്തിൽ വിഷയലോകങ്ങളിൽ വ്യാപരിച്ചാൽ മാത്രമേ നമുക്ക് സമാധാനം ഉണ്ടാവൂ. അതുകൊണ്ടാണ് സ്വരൂപമെല്ലാം ഏകമായിരിക്കുമ്പോഴും ഓരോ വ്യക്തിയും അവരവരുടെ സ്വഭാവത്തിനനുസൃതമായ സ്വപ്രകൃതത്തിനനുസൃതമായ കർമ്മമണ്ഡലങ്ങളിൽ വ്യാപരിച്ചാലേ സ്വാസ്ഥ്യമുണ്ടാകൂ എന്ന് ജ്ഞാനികളായിട്ടുള്ള ഗുരുക്കന്മാർ നമ്മളോട് പറയുന്നത്.
അപ്പം നമ്മുടെ ബോധത്തെ പ്രസാദാത്മകമാക്കി വയ്ക്കുക എന്നുള്ളതാണ് ഒരു അന്വേഷകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായ വിഷയം. അറിവ് പ്രസാദാത്മകമായിരിക്കണം. അറിവ് സ്നേഹവും സൗഹൃദവും നിറഞ്ഞതായിരിക്കണം. അത് വൈരാഗ്യമെന്ന് നമ്മൾ പൊതുവെ വിളിച്ചു പോരുന്ന ഒന്നായിരിക്കരുത്. ആഴമേറിയ അനുരാഗത്തിൽ നിന്ന് രൂപപ്പെടുന്നതായിരിക്കണം വൈരാഗ്യം എന്നത്. ഉദാത്തമായ കരുവിനോട്, എല്ലാറ്റിനും അധിഷ്ഠാനമായിരിക്കുന്ന അറിവിനോട്, കരുവിനോട് നമുക്ക് ആഴമേറിയ അനുരാഗമുണ്ടാകുമ്പോൾ നൈമിഷികമായ ചെറിയ ചെറിയ വിഷയങ്ങളോട്, ഇത്തിരി സമയം നിലനിന്ന് ഇല്ലാതായി പോകുന്ന വിഷയാനന്ദങ്ങളോട് ഒരു നിസ്സംഗത നമ്മളിൽ വന്ന് നിറയുക സ്വാഭാവികമാണ്. ഉദാത്തമായ പ്രസന്നതയിലിരിക്കുന്നവർ അതിൽ നിന്നും ഇറങ്ങി വരാൻ തയ്യാറാവാതെ ഇരിക്കുന്ന ആ ഒരു ബോധാവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് വൈരാഗ്യം. ഒരു വൈരാഗി ഏറ്റവും ആഴത്തിൽ അനുരാഗിയായിരിക്കും. ഒരു അനുരാഗിക്ക് വൈരാഗിയാവാൻ പറ്റുള്ളൂ. എന്തിനോടാണ് വൈരാഗ്യം ഉണ്ടാകുന്നത്? അവനവനെ അനുരാഗത്തിൽ നിന്ന് അകറ്റിക്കൊണ്ടുപോകുന്ന കാമക്രോധ ലോപമോഹ മത മാത്സര്യങ്ങളോടാണ് വൈരാഗ്യമുണ്ടാകുന്നത്. അറിവില്ലായ്മയോടാണ് വൈരാഗ്യമുണ്ടാകുന്നത്. നമ്മെ കൂടുതൽ അസ്വസ്ഥതയിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന വാസനകളോടാണ്, താല്പര്യങ്ങളോടാണ് വൈരാഗ്യമുണ്ടാകുന്നത്. അല്ലാതെ ഈ ലോകത്തോടോ വിഷയങ്ങളോടോ മനുഷ്യരോടോ ഒന്നുമല്ല. അനുരാഗിക്ക് മാത്രമേ വൈരാഗിയാവാൻ കഴിയുള്ളൂ എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. പക്ഷേ നമ്മളുടെ ആത്മീയ ലോകത്ത് വൈരാഗ്യം എന്ന് പറയുന്നത് പൊതുവെ നാം മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് കൂടുതലും, അല്ലെങ്കിൽ കേട്ടിട്ടുള്ളത് കൂടുതലും, നാം ജീവിക്കുന്ന ഈ ലോകമൊന്നും ശരിയല്ല, അതെല്ലാം ലൗകികമാണ്, ലൗകികമായിട്ടുള്ള എല്ലാറ്റിനോടും നമ്മളൊരു വൈരാഗ്യം വളർത്തിയെടുക്കണം, ഒന്നിനോട് നമുക്കൊരു ബന്ധമുണ്ടാവരുത്, എല്ലാം ഒരു പ്രശ്നമാണ്, എല്ലാം നമ്മളെ ബന്ധനത്തിലേക്ക് നയിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് ഒരു തരത്തിലുള്ള ജീവിത നിഷേധമാണ് ആത്മാവിനെ സ്പർശിക്കാനുള്ള വഴി എന്ന തരത്തിൽ പലതരത്തിൽ ആ രീതിയിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഉപനിഷത്തുകളിലൊന്നും അങ്ങനെയല്ല പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ നല്ലത് കേൾക്കണമെന്നും നല്ലത് കാണണമെന്നും നല്ലത് അനുഭവിക്കണമെന്നും പ്രസാദാത്മകമായി ഇരിക്കണമെന്നും ആണ് ഉപനിഷത്ത് ദർശനങ്ങളെല്ലാം പറയുന്നത്. പ്രസന്നമായ ഒരു മനസ്സായിരിക്കണം യാത്രയിൽ നമുക്കെപ്പോഴും ഉണ്ടായിരിക്കേണ്ടത് എന്ന ദർശനമാണ് ഏതൊരു ആധ്യാത്മിക കൃതികളും ഗുരുക്കന്മാരും നമ്മളോട് പങ്കുവയ്ക്കാൻ ശ്രമിക്കുന്നത്. പക്ഷെ എന്തുകൊണ്ടോ എവിടെയോ അതൊക്കെ നിഷേധാത്മകമായ ഒരു ജീവിത അവബോധത്തിലേക്ക് കൊണ്ടുപോകുന്ന തരത്തിലായിപ്പോയി. അത് എല്ലാ അറിവിനും എല്ലാ കാലത്തും സംഭവിച്ചിട്ടുള്ളതാണ്. അതിനെ തിരിച്ചു പിടിക്കുക. അതുകൊണ്ടാണ് നലമിയലും മലർമാല നാഗമാമോ. ഈ ലോകത്തെ നോക്കിയിട്ട് പാമ്പാണെന്നൊന്നും പറയണ്ട. നലമിയലും മലർമാല, മനോഹരമായിരിക്കുന്ന മലർമാലയായിട്ട് ഈ ലോകത്തെ അനുഭവിച്ചാൽ മതി. പാമ്പും കയറും എന്നുള്ള രീതിയിൽ ഒരു തരം പേടിച്ച് അനുഭവിക്കേണ്ടതില്ല. ആസ്വാദ്യകരമായ രീതിയിൽ അനുഭവിച്ചാൽ മതി. ആത്മാവിൻ്റെ അല്ലെങ്കിൽ കരുവിൻ്റെ തിരുശരീരങ്ങളാണ് എന്ന് അറിഞ്ഞിട്ട് അതിൽ വ്യാപരിച്ചാൽ മതി. തള്ളിക്കളയുകയല്ല വേണ്ടത്, അറിഞ്ഞു ഉൾക്കൊള്ളുകയാണ് വേണ്ടത്. നമുക്ക് വേണ്ടാത്തതൊക്കെ മോശമാണ് എന്നും നമുക്ക് വേണ്ടതൊക്കെ നല്ലതാണ് എന്നും പറയുന്ന മനോഭാവത്തിൽ നിന്നാണ് നമുക്ക് മോക്ഷം കിട്ടേണ്ടത്. നല്ലത് ചീത്ത എന്ന് പറയുന്ന ഒന്നില്ല എന്നും തനിക്ക് വേണ്ടതിനെ സ്വീകരിക്കുക, അല്ലാത്തതിനെ തള്ളിക്കളയുക എന്ന് മാത്രമേ ഉള്ളൂ എന്നും തനിക്ക് ആവശ്യമില്ല എന്നതുകൊണ്ട്, തനിക്ക് അസ്വസ്ഥതയുണ്ടാക്കുന്നു എന്നതുകൊണ്ട് ഒന്ന് കെട്ടതല്ല എന്ന് തിരിച്ചറിയുകയും ചെയ്യേണ്ടതുണ്ട്. മലിനജലം എന്ന് നമ്മൾ പറയുന്നത് നമുക്കാണ്, നാം മനുഷ്യർക്കാണ് അത് മലിനജലം ആയിരിക്കുന്നത്. കൊതുകിനും പന്നിക്കുമൊന്നും മറ്റ് ജീവികൾക്കൊന്നും, പല ജീവികൾക്കും അത് മലിനജലമല്ല, അവർക്കത് ജീവജലമാണ്.
ജലമേ ഉള്ളൂ. അത് മലിനമെന്നും നല്ലത് എന്നുമൊക്കെ നമ്മൾ വേർതിരിക്കുന്നത് തികച്ചും മനുഷ്യ കേന്ദ്രീകൃതമായ ഒരു വേർതിരിവ് മാത്രമാണ്. എന്നാൽ ജലം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് നമ്മൾ പോയി കോരി കുടിക്കുമോ? ഒരിക്കലുമില്ല. നമ്മളുടെ ശരീരത്തിനും നമ്മുടെ മനസ്സിനും നമ്മുടെ ബുദ്ധിക്കും നമ്മുടെ സ്വാസ്ഥ്യത്തിനും അത് തടസ്സമാണ് എന്നുള്ളത് കൊണ്ട് നമ്മളത് സ്വീകരിക്കാതിരുന്നേക്കും. പക്ഷെ നമ്മുടെ ആരോഗ്യത്തിന് അനുകൂലമല്ല എന്നതുകൊണ്ട് അത് മോശമായിരിക്കുന്നില്ല. അത് മറ്റു പലർക്കും, മറ്റു പല ജീവജാലങ്ങൾക്കും അത് ജീവജലമായിട്ടാണ് ഇരിക്കുന്നത്. ഈ ഒരു അറിവ് ലോകത്തെക്കുറിച്ചും ബോധത്തെക്കുറിച്ചും നമുക്കുണ്ടാവേണ്ടതുണ്ട്. കെട്ടത് എന്നും നല്ലത് എന്നും പറയുന്നത് വളരെ സാപേക്ഷമാണ് എന്നും ഈ ലോകം മോശമായ ഒന്നോ വിഷം പോലെ ത്യജിക്കേണ്ട ഒന്നോ അമൃത് പോലെ അനുഭോഗിക്കേണ്ട ഒന്നോ അല്ല എന്ന് നാം തിരിച്ചറിയണം. ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും അനുഭവിക്കുന്ന വിഷയലോകങ്ങൾ അമൃത് പോലെ ഭോഗിക്കേണ്ടതുമല്ല, വിഷം പോലെ ത്യജിക്കേണ്ടതുമല്ല. അത് ഓരോരുത്തരും അവരവരുടെ സ്വഭാവത്തിനനുസൃതമായി അവരവരുടെ ബോധത്തെ സ്വാസ്ഥ്യത്തിലേക്ക് കൊണ്ടുപോകാൻ സഹായിക്കുന്ന തരത്തിൽ അത്യാവശ്യം വേണ്ടത് വിവേകപൂർവം അനുഭവിക്കുക എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക്, ഒരു മനോഭാവത്തിലേക്ക് നമ്മൾ ഉണർന്നു വരുമ്പോൾ നമ്മൾ വൈരാഗികളല്ല ആവുക, നമ്മൾ അനുരാഗികളാണ് ആയിത്തീരുക. കരുവിന് കണ്ണുകൾ അഞ്ചും ഉള്ളടക്കുന്നവരായിത്തീരും. അങ്ങനെ ആ ഒരു കരുവിലേക്ക്, ആ ഒരു വെളിച്ചത്തിലേക്ക് വളരെ ഉണർവോടെയും കരുണയോടെയും ഉണർന്നു വന്ന് അതിനോട് സ്വരലയപ്പെട്ട് അനുരാഗികളായി ഇരിക്കുന്ന സമയത്ത് ബോധത്തിൻ്റെ ഏറ്റവും സൂക്ഷ്മ സഞ്ചാരങ്ങളായിട്ടുള്ള അന്ധകരണങ്ങളും നമ്മുടെ ഇന്ദ്രിയങ്ങൾ നിറഞ്ഞിരിക്കുന്ന ശരീരവും, ശരീരം തൊട്ടറിയുന്ന പഞ്ചഭൂതാത്മകതയും, ശബ്ദം, രൂപം, രസം, ഗന്ധം, സ്പർശം എന്ന അനുഭവങ്ങളുമെല്ലാം കരുവിൻ്റെ തിരുശരീരങ്ങളായിട്ട്, നാദങ്ങളായിട്ട്, നാദധ്വനികളായിട്ട് നമ്മൾ അനുഭവിക്കും, നാദബീജികളായിട്ട് നമ്മൾ അനുഭവിക്കും. ഒരു സംഗീതം നമ്മൾ കേൾക്കുമ്പോൾ അതിൻ്റെ നാദബീജികൾ എങ്ങനെയാണോ ആനുഭൂതികമായ ഒരു പ്രപഞ്ചത്തെ നമ്മുടെ ബോധത്തിൽ സൃഷ്ടിക്കുന്നത്, അതുപോലെ ആത്മരാഗത്തിൻ്റെ, ആത്മനാദം ഉതിർക്കുന്ന നാദബീജികളാണ് അന്ധകരണവും ഇന്ദ്രിയങ്ങളും ശരീരവും, ശരീരം തൊട്ടറിയുന്ന സർവ്വലോകങ്ങളും എന്ന ഒരു അനുഭവം ആഴത്തിൽ നമുക്ക് ഉണ്ടാകും. ഈ ലോകം നമുക്ക് ആസ്വദിക്കാനുള്ളതാണ്. ശരീരവുമേറി ശരീരത്തിൽ അന്ധകരണത്തെയും ഇന്ദ്രിയങ്ങളെയും സൃഷ്ടിച്ച്, അല്ലെങ്കിൽ അന്ധകരണങ്ങളും ഇന്ദ്രിയങ്ങളും രൂപപ്പെട്ട് ശരീരിയായി നാം ഈ ഭൂമിയിലേക്ക് വന്ന് ആ ഇന്ദ്രിയങ്ങളിലൂടെ നമ്മൾ ഈ ലോകത്തെ ഭോഗിക്കാൻ തുടങ്ങി, ഭുജിക്കാൻ തുടങ്ങി. കണ്ണ് ഒരു കാഴ്ച കാണുക എന്ന് പറയുന്നത് ഭുജിക്കലാണ്, ഭോഗിക്കലാണ്. ഇങ്ങനെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെയും മനസ്സിലൂടെയും ബുദ്ധിയിലൂടെയും ഒക്കെ ഈ ലോകത്തെ ഭുജിക്കുന്നിടത്ത് വിവേകം നഷ്ടപ്പെട്ടു പോയതാണ് നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞതുപോലെ ഒരേ അഹന്ത തന്നെ അറിവിലും അങ്കിയിലും കടന്ന് അനേക തരത്തിലുള്ള സങ്കീർണതകൾക്കും പ്രയാസങ്ങൾക്കും ദുഃഖങ്ങൾക്കും അത് കാരണമായി തീർന്നു എന്നുള്ളതാണ്. അറിവിലായിരിക്കുന്ന സമയത്ത് സ്വാസ്ഥ്യവും അങ്കിയിൽ ശിഥിലമായി പ്രവഹിക്കുന്നിടത്തൊക്കെ സുഖം ലഭിക്കുമെന്ന് കരുതി കൂടുതൽ ആസക്തിയോടുകൂടി സഞ്ചരിച്ചിടത്തൊക്കെ കൂടുതൽ അസ്വസ്ഥരായിത്തീരുകയും ചെയ്യുന്ന ഒരു ബോധവൃത്തിയിലേക്ക് നമ്മൾ എത്തപ്പെടുകയും ആകപ്പാടെ കലുഷമായ അസ്വസ്ഥമായ ഒരു ജീവിതാവസ്ഥയിലേക്ക് നമ്മൾ എത്തപ്പെടുകയും ചെയ്തു എന്നാണ്
കഴിഞ്ഞ ശ്ലോകത്തിലൊക്കെ നമ്മളതിൻ്റെ വിശദീകരണത്തിൽ പറയാൻ ശ്രമിച്ചത്. അതുകൊണ്ട് കഴിയുന്നത്ര നമ്മളുടെ അഹന്തയെ ആര്യയായിരിക്കുന്ന, ശ്രേഷ്ഠമായിരിക്കുന്ന, സത്യമായിരിക്കുന്ന അറിവിനോട് അല്ലെങ്കിൽ നമുക്ക് സ്വാസ്ഥ്യം തരുന്ന ലോകത്തിനോട് വിവേകപൂർവം ചേർത്ത് നിർത്തണമെന്നും അങ്കിയിൽ വിഷയങ്ങളിൽ അനിയന്ത്രിതമായി സഞ്ചരിക്കുന്ന അഹന്തയെ ശ്രദ്ധയോടെ നിയന്ത്രിച്ച് ആവശ്യം വേണ്ട ലോകങ്ങളിൽ മാത്രം വ്യാപരിപ്പിച്ച് കൈവിട്ടു പോവാതെ കാത്തു സൂക്ഷിക്കണമെന്നും നമ്മൾ പറയുകയുണ്ടായി. അപ്പോൾ അങ്കിയിൽ അഹന്ത പ്രവേശിച്ച് അത് നമ്മളെ കൂടുതൽ 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 അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്ന തരത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ അതിനെ പഴിക്കുകയും അതിനെ നിരാകരിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. നമ്മൾ സ്നേഹത്തിലായിരിക്കുന്ന സമയത്ത് എപ്പോഴും സ്നേഹം ഉത്കൃഷ്ടമാണ്, ദൈവീകമാണ്, മഹത്തരമാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയും അതേ സ്നേഹാനുഭവത്തിൽ നിന്ന് ഒരു ചെറിയ മുറിവേൽക്കുമ്പോൾ സ്നേഹം നിരർത്ഥകമാണ്, ഇനി മരിച്ചാൽ മതി, ഇനി സ്നേഹത്തിലേക്ക് പോകുന്ന പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞ് സ്നേഹത്തെ പഴിക്കുകയും ചെയ്യുന്നതാണ് മനുഷ്യ മനസ്സിൻ്റെ പ്രകൃതം എന്ന് പറയുന്നത്. സ്നേഹം അവിടെ നിസ്സംഗമായിട്ട് നിൽക്കുകയാണ്. നമുക്ക് നല്ല അനുഭവം ഉണ്ടാകുമ്പോൾ സ്നേഹം കൊള്ളാം, നമുക്ക് മോശം അനുഭവം ഉണ്ടാകുമ്പോൾ അത് കൊള്ളില്ല. അപ്പോൾ വിഷയപ്രപഞ്ചം കൂടുതലും നമ്മളെ അസ്വസ്ഥപ്പെടുത്തിയപ്പോൾ അഹന്ത അങ്കിയിൽ കൂടുതൽ സഞ്ചരിച്ച് നമ്മുടേതായിട്ടുള്ള ആസക്തിയുടെ ആധിക്യം കൊണ്ട് വിഷയലോകങ്ങൾ കൂടുതൽ കൂടുതൽ അസ്വസ്ഥതകളെ നമുക്ക് സമ്മാനിച്ചപ്പോൾ വിഷയപ്രപഞ്ചം, ബാഹ്യപ്രപഞ്ചം എന്ന് പറയുന്നത് ഒന്നിനും കൊള്ളാത്തതാണ്, വിശ്വസിക്കാൻ കൊള്ളാത്തതാണ് എന്നുള്ള ഒരു ധാരണ നമ്മുടെ ഉള്ളിലുണ്ടായി വന്നിട്ടുണ്ട്. ലൗകികമെന്ന് പറഞ്ഞ് അതിനെ നിരാകരിക്കുകയോ തള്ളിക്കളയുകയോ തരം താഴ്ത്തുകയോ ചെയ്യുകയും വേറെ ഏതോ ഒരു ലോകം മഹത്തായ ഇരിപ്പുണ്ട് എന്ന് ധരിക്കുകയും നമ്മുടെ ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും അനുഭവിക്കേണ്ട ലോകത്തെ പരിപൂർണമായി നിരാകരിച്ച് ആ പരമം എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ഒരു അറിവിനോട് ചേർന്നിരിക്കണം എന്ന നിർബന്ധ ബുദ്ധിയോടുകൂടി സഞ്ചരിക്കുന്ന മനുഷ്യർക്ക് കൂടുതൽ അസ്വസ്ഥതകൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇവിടെ ഒന്നിനെ വിട്ട് വേറെ ഒന്നിനെ പിടിക്കുകയോ വേറൊന്നിനെ പിടിച്ച് മറ്റൊന്നിനെ വിടുകയോ അല്ല വേണ്ടത് എന്ന ഒരു അറിവ് ഗുരുവിനെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു വെക്കേണ്ടി വരുന്നുണ്ട്. ആര്യ എന്നും അനാര്യ എന്നും അറിവിലും അങ്കിയിലും സഞ്ചരിക്കുന്ന അഹന്തയെ കേന്ദ്രമാക്കി വെച്ചുകൊണ്ട് ഗുരു സംസാരിക്കുമ്പോൾ അഹന്ത അറിവിലായിരിക്കുമ്പോൾ അത് ആര്യയും അങ്കിയിലായിരിക്കുമ്പോൾ അത് അനാര്യയും അത് നികൃഷ്ടവുമാണ്, ഒന്നിൽ ശ്രേഷ്ഠവുമാണ് എന്ന് പറയുമ്പോൾ ഉടനെ തന്നെ അങ്കി എന്ന് പറയുന്ന ഈ വിഷയപ്രപഞ്ചം കൊള്ളാത്തതാണ് എന്ന ഒരു ധാരണയാണ് നമ്മളിൽ ഉണ്ടാവുക. അതിനെയാണ് ഗുരു ഇവിടെ എപ്പോഴും അങ്ങനെയാണ്. ഒരറിവ് ഗുരു പറയാൻ ശ്രമിക്കുമ്പോൾ അതിനെ ഏകപക്ഷീയമായി നമ്മൾ മനസ്സിലാക്കുകയും അതിൻ്റെ ഒരു സമഗ്രതയിൽ മനസ്സിലാക്കാൻ പ്രയാസപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥ ഏതറിവിനുമുണ്ട്. അതുകൊണ്ടാണ് എപ്പോഴും തൊട്ടടുത്ത ശ്ലോകത്തിലോ തൊട്ടടുത്ത വാക്കിലോ നമ്മുടെ ഉള്ളിലുണ്ടായിട്ടുള്ള ആ ഒരു ഭാഗികമായ അറിവിനെ തിരുത്തുന്ന തരത്തിൽ മറ്റൊരു വീക്ഷണകോണിൽ നിന്നുകൊണ്ട് അതേ അറിവിനെ നമ്മുടെ മുമ്പിൽ ഗുരു അവതരിപ്പിക്കുന്നത്. അഹന്ത അനാര്യയായിരിക്കുന്ന അങ്കിയിൽ പ്രവഹിക്കുമ്പോൾ നാം ആ ലോകത്തെ നിരാകരിക്കേണ്ടതാണ് എന്ന ഒരു ധാരണ നമ്മുടെ ഉള്ളിൽ ഉറയ്ക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല വേണ്ടത്. ഒരു രതി തന്നെയഹന്ത ഇന്ദ്രിയാന്തകരണകളേബരമെന്നിതൊക്കെയായി വിരിയും. ഇതിന്നു വിരാമമിങ് വേറാം അറിവവനെന്നറിവോളം ഓർത്തിടേണം. ഗുരു പറയുന്നത് ഒരേ രതി തന്നെയാണ്, ഒരേ ആനന്ദം തന്നെയാണ്, ഒരേ കരു തന്നെയാണ്, ഒരേ ആത്മാവ് തന്നെയാണ്. ഇന്ദ്രിയങ്ങളായും അന്ധക്കരണങ്ങളായും ശരീരമായും
ശരീരം തൊട്ടറിയുന്ന ഈ വിഷയപ്രപഞ്ചങ്ങളായുമൊക്കെ വിരിഞ്ഞു നിൽക്കുന്നത്. പക്ഷേ ഈ ഒരു വിഷയപ്രപഞ്ചങ്ങൾ, അതായത് വിഷയപ്രപഞ്ചം എന്ന് പറയുമ്പോൾ അന്ധക്കരണത്തിൽ നിന്ന് തുടങ്ങി ഇന്ദ്രിയങ്ങളിലൂടെയും ഇന്ദ്രിയങ്ങൾ തൊട്ടറിയുന്ന ഈ വിഷയപ്രപഞ്ചങ്ങളെല്ലാം നമ്മൾ ചേർത്ത് വെച്ചറിയണം. ഇതൊക്കെ വേറെ വേറെ ആയിരിക്കുന്നതാണ് എന്ന ഒരറിവ് ഉള്ളിടത്തോളം കാലം ഈ ഒരു വിഭാഗീയത സൃഷ്ടിക്കുന്ന, ശിഥിലീകരണം സൃഷ്ടിക്കുന്ന അസ്വാസ്ഥ്യത്തിന് അവസാനമുണ്ടാവില്ല. എന്നാൽ നേരെ മറിച്ച് യാതൊരു ആളാണോ ഇതെല്ലാം അനുഭവിക്കുന്നത്, ആ അനുഭവി തന്നെയാണ് ഇതെല്ലാമായി വിരിഞ്ഞു നിൽക്കുന്നത്. തന്നിൽ നിന്ന്, തന്നിലുള്ള ആനന്ദ സ്വരൂപത്തിൽ നിന്ന് വ്യത്യാസമായ ഒന്നുമല്ല വിഷയങ്ങളിലായിരിക്കുന്നത്. അതേ ആനന്ദം തന്നെയാണ് പലതായി പിരിഞ്ഞു നിൽക്കുന്നത്. എല്ലാറ്റിലും ഞാൻ തന്നെയാണ്, വേറെ വേറെയായി ഒന്നും ഇരിക്കുന്നില്ല എന്ന ഒരറിവ് നമുക്കുണ്ടാകുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരവസ്ഥയുണ്ട്. അതെങ്ങനെയാണ്? നമ്മുടെ വീട്ടിൽ നമുക്കിഷ്ടപ്പെട്ട സാധനങ്ങൾ മുഴുവൻ വാങ്ങി വെച്ചാൽ നമ്മുടെ വീടിൻ്റെ അകത്തിരിക്കുന്ന ഒരു സാധനത്തിനോടും നമുക്ക് ആസക്തി ഉണ്ടാവില്ല, ആകർഷണം ഉണ്ടാവില്ല. കാരണം എന്താണ്? അത് നമ്മുടേതാണ്. എന്നാൽ നമ്മുടെ വീടിൻ്റെ ഗേറ്റിന് പുറത്തുള്ള എല്ലാറ്റിനോടും നമുക്ക് ആർത്തി ഉണ്ടാവും. എങ്ങനെയെങ്കിലും അത് സ്വന്തമാക്കി അകത്ത് കൊണ്ടുവന്നിടാൻ തോന്നും. അകത്ത് കൊണ്ടുവന്നിട്ട നിമിഷം അതിനോടുള്ള ആർത്തി നമുക്കില്ലാതെയാവും. ആർത്തി പൂണ്ട് എത്ര സാധനങ്ങളാണ് നമ്മൾ വാങ്ങിച്ചിട്ട് നമ്മുടെ വീടകങ്ങളിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത്. പിന്നീട് നമുക്ക് ആർത്തി ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ടാണ്? നമ്മളിൽ നിന്നത് അന്യമല്ല. അറിയുന്നവൻ അറിയപ്പെടുന്നതിൽ നിന്ന് അന്യമല്ലാതിരിക്കുന്ന ഒരു സ്വാസ്ഥ്യം നമ്മളവിടെ അനുഭവിക്കുന്നുണ്ട്. അത് ഞാൻ തന്നെയാണ്, അത് എൻ്റേത് തന്നെയാണ് എന്ന ഒരു ബോധം സത്യത്തിൽ നിസ്സംഗമായ ഒരു സമാധാനത്തെ സമ്മാനിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഗേറ്റിന് പുറത്തുള്ളതിനോടൊക്കെ എന്തെന്നില്ലാത്ത അസ്വസ്ഥമായ ആർത്തിയും ആസക്തിയും നമുക്കുണ്ട്. സ്വന്തമാക്കി കഴിയുന്നതോടെ ആസക്തിയില്ലാതെ വേറാം അറിവവൻ എന്നറിവോളം വിരാമമിങ്ങ്. അപ്പം അങ്ങനെയാണെങ്കിൽ എൻ്റെ ഗേറ്റിന് വെളിയിലുള്ളതും ഞാൻ തന്നെയാണ്, എൻ്റേത് തന്നെയാണ് എന്നൊരറിവുണ്ടായാൽ, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാകുന്നത് വരെ നമുക്ക് സ്വസ്ഥതയുണ്ടാവില്ല. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള ഒരു ഉദാഹരണം പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ വരികയാണ്. ഫെൺഹിൽ ഗുരുകുലത്തിൽ ഞാൻ പോയി ഗുരുനിത്യയുടെ കൂടെ ആദ്യകാലത്ത് താമസിക്കുന്ന ആദ്യകാലത്തുണ്ടായ ഒരു അനുഭവം. ഗുരുകുലത്തിൻ്റെ പുറത്തുള്ള വഴിയിലൂടെ നടന്നു പോകുമ്പോൾ റോട്ടിലൊക്കെ നിറയെ ചാണകം. അപ്പോൾ അതിലൂടെ കുട്ടികളൊക്കെ കടന്നു പോകുന്നതാണ്. ഞങ്ങളിങ്ങനെ ഗുരുവിൻ്റെ തിരുമുഖത്ത് നിന്ന് വരുന്ന ദിവ്യമായ വചനങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ കാണേണ്ടതൊന്നും കാണാറില്ല. ഗുരു പറഞ്ഞു, എനിക്ക് വയസ്സായി, എനിക്ക് വയ്യ, പണ്ടൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു, ഈ റോട്ടിലുള്ള ഈ ചാണകമൊക്കെ ഒന്ന് വാരിയിട്ട് മാറ്റിയിട്ടാൽ നല്ലതായിരിക്കും, അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും ഒന്ന് പോയിട്ട് ഒരു കൈക്കോട്ടും ഒരു ചട്ടി എടുത്ത് വന്ന് ചെയ്താൽ കൊള്ളാമെന്ന് പറഞ്ഞപ്പോൾ ഞാനും ഒരു സുഹൃത്തും കൂടി ഓടി ഗുരുകുലത്തിൽ പോയി ഒരു ചട്ടിയും കോരുന്നതൊക്കെ ആയിട്ട് വന്ന് ഈ ചാണകം മുഴുവൻ കോരി അതിലിട്ടിട്ട് അതും എടുത്തിട്ട് നേരെ നടക്കുകയാണ്. അപ്പോൾ ഗുരു ചോദിച്ചു, എങ്ങോട്ടാണ് നിങ്ങൾ പോകുന്നത്? പറഞ്ഞില്ല, ഗുരുകുലത്തിൽ ഏതെങ്കിലും ചെടിക്ക് കൊണ്ടിടാനാണ്. അപ്പോൾ ഗുരു ചോദിച്ചു, ഈ റോഡ് സൈഡിലൊന്നും ചെടികളില്ലേ? അങ്ങനെ നമ്മൾ ചിന്തിച്ചിട്ടില്ല അതുവരെ. നമ്മളെല്ലാം വീടുപേക്ഷിച്ച് നാടുപേക്ഷിച്ച് പരമമായ സത്യത്തെ, അറിവിനെ, സമാധാനത്തെ അനുഭവിക്കണം എന്നൊക്കെ കരുതി ആണ് ഗുരുവിൻ്റെ അടുത്ത് ചെല്ലുന്നത്. പക്ഷെ ഗുരുകുലത്തിൽ ചെന്ന് 4 ദിവസം കഴിയുമ്പോഴേക്കും ആ ഗുരുകുലത്തിലെ കോമ്പൗണ്ട് എൻ്റേത് ആയി മാറുകയും അതിന് പുറത്തുള്ളതൊക്കെ എന്നിൽ നിന്ന് വ്യത്യാസമായിരിക്കുന്നതായിട്ട് മാറുകയും ചെയ്യുന്നു. ഇതാണ് നമ്മുടെ പ്രകൃതം. വേറാം അറിവവൻ എന്നറിവോളം ഇതിന് വിരാമമെന്ന്. ഒരു രതി തന്നെ അഹന്ത ഇന്ദ്രിയാന്ത കരണ കളേബരം ഇതൊക്കെയായി വിരിയും.
എന്നാണ് ഗുരു പറയുന്നത്. ഒരേ രതി തന്നെയാണ് ആന്തരികമായി, സൂക്ഷ്മമായി, അന്ധകരണമായും, സ്ഥൂലമായി, ഇന്ദ്രിയമായും, ശരീരമായും, ശരീരം തൊട്ടറിയുന്ന സർവപ്രപഞ്ചമായും വിരിഞ്ഞു നിൽക്കുന്നത് ഒരേ ഒരു രതി, ഒരേ ഒരു ആനന്ദം തന്നെയാണ് എന്നറിയുന്ന ബോധത്തിന് സമാധാനം തേടി വിഷയലോകങ്ങളിലേക്ക് സഞ്ചരിക്കുന്ന സ്വഭാവം കുറഞ്ഞിരിക്കും. സമാധാനം തേടിയിട്ടല്ല വിഷയലോകങ്ങളിലേക്ക് ആ അറിവുണ്ടായാൽ ഒരു വ്യക്തി സഞ്ചരിക്കുക, മറിച്ച് സമാധാനമായിരിക്കുന്ന എന്നെ, സമാധാനമായിരിക്കുന്ന എൻ്റെ ഈ അവസ്ഥയെ നിലനിർത്താൻ എനിക്ക് അത്യാവശ്യം വേണ്ട ചിലതിനെ, ഞാൻ തന്നെ സമാധാനമായിരിക്കുന്ന ഈ ചുറ്റുപാടുള്ള വിഷയലോകത്തിൽ നിന്ന് അത്യാവശ്യമുള്ളതിനെ എടുക്കുക. നമ്മൾ കടയിൽ പോയി പച്ചക്കറികൾ വാങ്ങിച്ചു കൊണ്ടുവന്ന് നമ്മുടെ വീട്ടിൽ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമ്മളത് ഉപയോഗിക്കുന്ന രീതി എന്താണ്? യാതൊരു തരത്തിലുമുള്ള ആസക്തിയുമില്ലാതെ നമ്മുടേതായി കഴിഞ്ഞു, അത് നമ്മൾ തന്നെ ആയിക്കഴിഞ്ഞ് അതിൽ നിന്ന് ആവശ്യം വേണ്ടത് മാത്രം സമാധാനത്തിൽ എടുത്തുപയോഗിക്കുന്നു. എന്നാൽ കടയിൽ പോയി കഴിഞ്ഞാൽ അങ്ങനെയല്ല. കടയിൽ നിന്ന് ഇത് വാങ്ങിക്കുമ്പോൾ ആർത്തിയാണ്, ഏറ്റവും നല്ലത് കിട്ടണം, മോശം പാടില്ല, മൊത്തം ബഹളിയാണ്. പക്ഷെ അത് വാങ്ങിച്ചു കൊണ്ടുവന്ന് അകത്ത് വെച്ച് കഴിയുന്നതോടുകൂടി ഒരു സമാധാനമാണ്. അങ്ങനെ നമുക്ക് ഈ സർവ്വ വിഷയപ്രപഞ്ചത്തെയും അനുഭവിക്കാൻ കഴിയുമോ? അങ്ങനെ നമുക്ക് അനുഭവിക്കാൻ കഴിയുമ്പോൾ ആവശ്യമുള്ളത് മാത്രം, ഈ ലോകം മുഴുവൻ നമ്മുടെ അടുക്കളയിലെ ഫ്രിഡ്ജായിട്ട് കാണുകയും ആവശ്യമുള്ള സമയത്ത് മാത്രം തുറന്ന് ആവശ്യമുള്ളത് മാത്രം എടുക്കുകയും ചെയ്യുന്നത് അത് ഞാൻ തന്നെയാണ്, വേറാമറിവനെന്ന് അറിവോളം വിരാമമില്ല, ഇത് വേറെയല്ല അറിവവൻ, ഞാൻ തന്നെയാണ് സർവവും എന്ന് പറയുന്ന ഒരു മനോഭാവത്തിലേക്ക് ജ്ഞാനികൾ എത്തിച്ചേരും. അപ്പോൾ അവർ വിഷയലോകം വേണ്ടാന്ന് വെക്കുന്നില്ല. വിഷയലോകങ്ങൾ എൻ്റെ അടുക്കളയിലിരിക്കുന്ന ഫ്രിഡ്ജാണ്, അത് എൻ്റേതാണ്, ഞാൻ തന്നെയാണ്, ഒരേ രതി തന്നെ പലതായി പിരിഞ്ഞിരിക്കുന്നതാണ് എന്ന തരത്തിലുള്ള ഒരു ബോധത്തിലേക്ക് നമ്മൾ എത്തും. അപ്പോൾ അത് എത്താത്തിടത്തോളം കാലം ഈ ഒരു ശിഥിലമായ ബോധസഞ്ചാരങ്ങൾ തുടരുകയും സ്നേഹവും അറിവും സൗഹൃദവും തേടി നമ്മളിങ്ങനെ അലഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും. സ്നേഹവും സൗഹൃദവും നമ്മളിൽ നിറഞ്ഞിരുന്നാൽ നമ്മൾ തന്നെയാണ് സ്നേഹമായിരിക്കേണ്ടതും നമ്മൾ തന്നെയാണ് സൗഹൃദമായിരിക്കേണ്ടതും എന്നറിഞ്ഞാൽ പിന്നെ നമുക്കിഷ്ടം പോലെ സൗഹൃദങ്ങൾ ഉണ്ടാവും, സ്നേഹ സാന്നിധ്യങ്ങൾ ഉണ്ടാവും. പക്ഷെ അതൊക്കെ ഞാൻ തന്നെയാണ് എന്നുള്ളത് കൊണ്ട് അതിലൊക്കെ ഒരു സൗമ്യ ശാന്തമായ സഞ്ചാരങ്ങളായിരിക്കും ഉണ്ടാവുക. ഞാൻ നേരത്തെ പറയാറുള്ളത്, എപ്പോഴും പറയാറുള്ളത് പോലെ ഒരു ധൃതി ഉണ്ടാവില്ല, ഒരു ബന്ധത്തിലും ഒരു ധൃതി ഉണ്ടാവില്ല. ഞാൻ തന്നെയാണല്ലോ എൻ്റെ ചുറ്റുപാടുമുള്ളത്, പിന്നെ എന്തിനാണ് അതിൽ എക്സ്ട്രാ ഇടേണ്ട ഒരാവശ്യമില്ല എന്ന് നമുക്ക് മനസ്സിലാകുന്ന ഒരു ബോധതലമുണ്ട്. ഇതൊരു ഭയങ്കരമായ ബോധതലമല്ല ശരിക്കും. അത്ര ശാന്തമായിരിക്കുന്ന ഒരു ബോധാവസ്ഥയാണ് ഗുരുക്കന്മാരൊക്കെ അനുഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് നിരന്തരമായി മനനം ചെയ്യുകയും നിരന്തരമായി ആ ഒരു അറിവിലേക്ക് തെളിഞ്ഞ് ഉണർന്നു പോവുകയും ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു പിടിവള്ളി കിട്ടുകയുള്ളൂ എന്ന് ഗുരുക്കന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഗുരുക്കന്മാരുടെ അത്തരം ശ്രുതിവാക്യങ്ങളിലൂടെ നമ്മളൊക്കെ ഇടതടവില്ലാതെ തൈലധാര പോലെ സഞ്ചരിക്കുന്നതും കുറേയൊക്കെ നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന കല്ലിപ്പ് കുറഞ്ഞു വരികയും സ്നേഹം തേടി അലയാതെ താൻ തന്നെയാണ് സ്നേഹമായിരിക്കുന്നത് എന്നറിഞ്ഞ് തന്നിൽ തന്നെ തൃപ്തിയോടുകൂടിയിരിക്കാൻ ഒരു ബോധത്തിന് കഴിഞ്ഞാൽ ചുറ്റുപാടുമുള്ളതിലേക്കും അത് പ്രസരിക്കുകയും ചുറ്റുപാടുമുള്ളത് തന്നിലേക്ക് സ്വാഭാവികമായി വന്നു ചേരുകയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടാവും. വന്ന് ഭവിക്കുന്ന സന്ദർഭങ്ങളെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും അനുഭവിക്കുകയും അല്ലാത്ത സമയങ്ങളിൽ അവരവരിൽ തൃപ്തരായിട്ടിരിക്കുകയും ചെയ്യുന്ന ഒരു ശീലത്തെ അറിവ് കൊണ്ട് നാം നമ്മുടെ ബോധത്തിൽ വളർത്തിയെടുക്കണം. അത് വളർത്തിയെടുക്കാത്തിടത്തോളം കാലം അവിരാമമായി തുടരുന്ന
അസ്വസ്ഥമായ സഞ്ചാരങ്ങളായിരിക്കും നമ്മുടെ ബോധത്തിനുണ്ടാവുക എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഗുരു ചെയ്യുന്നത്. ഒരു രതി തന്നെ അഹന്ത ഇന്ദ്രിയാന്തകരണ കളേബരമെന്നിതൊക്കെയായി വിരിയും. ഇതിന്നു വിരാമമിങ്ങ് വേറാം അറിവവനെന്നറിയോളം ഓർത്തിടേണം.